സുഹൃത്തുക്കളെ, ഇന്ന് ആഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദേശീയ സൗഹൃദ ദിനം, അതായത് ഇന്ത്യയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്താണ് സൗഹൃദം? ഇപ്പോഴത്തെ കാലത്ത് സൗഹൃദം എന്ന് പറയുന്നത് ജനിച്ചു വളർന്ന് കളിച്ചു വളർന്നവര് ഒരു കണ്ണിൽ കാണുകയും എവിടുന്നെങ്കിലും കുടിയേറി വന്ന് ആ നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വേറൊരു കണ്ണിലും കാണുന്ന രീതിയിലാണ് സൗഹൃദങ്ങൾ പോകുന്നുള്ളത്. സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് ഡബർ പോലെ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരുത്തി തന്ന് നമ്മളെ നേർരേഖയിലേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കണം സൗഹൃദങ്ങൾ. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സൗഹൃദം എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത് പ്രവാസികളിൽ കണ്ടുവരുന്നതാണ്. കാരണം ഏതൊക്കെയോ ജില്ലകളിൽ നിന്ന് 500, 100, 1000 കിലോമീറ്റർ അകലിയിൽ നിന്ന് പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഒരു റൂമിൽ ഒരുമിച്ച് കിടന്ന് ഒരു സുപ്രയിൽ ഭക്ഷണം കഴിച്ച് ഒരു ആത്മാവ് പോലെ നടക്കുന്ന, അത് ചെറിയ കാലയളവിൽ പെട്ടെന്ന് വന്ന് സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന, ആത്മാർത്ഥമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനും നമുക്ക് എന്ത് ചെയ്തു തരാനും ഒക്കെ നിൽക്കുന്ന ഒരുപാട് അപ്രതീക്ഷിത സൗഹൃദങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് പ്രവാസികൾക്ക്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സൗഹൃദം എന്ന് പറയുന്നത് ആ ഒരു സൗഹൃദമാണ്. അല്ലാതെ നമ്മൾ നാട്ടിൽ കളിച്ചു വളർന്നു വന്ന ഒരു സൗഹൃദം നിങ്ങൾക്ക് പ്രവാസികളായവർക്ക് ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്യും. നിങ്ങൾ അവിടുന്ന് പ്രവാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കൽ, അത് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നിങ്ങളെ സൗഹൃദങ്ങൾ പുതുക്കാറില്ല. പിന്നെ നിങ്ങൾ നാട്ടിൽ പോയാൽ മാത്രമാണ് നിങ്ങളെ സൗഹൃദങ്ങൾ പുതുക്കല്. അതുകൊണ്ട് കപട സൗഹൃദങ്ങളെ, കപടന്മാരായ ചങ്ങാതിമാരെ തിരിച്ചറിയുക. നിങ്ങൾക്ക് വില തരുന്നില്ലേ, നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ മാറ്റി നിർത്തുക. നല്ലൊരു ദിവസം നേരുന്നു.